ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഗെയിൻ. അപ്പം ഞാൻ ഈ ചാടി വീഴുന്നതാണ് എൻ്റെ ആദ്യത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. 3 സാധാരണ ഔട്ട്ഫിറ്റിൽ 3 സാധാരണ ഹെയർ സ്റ്റൈൽ വിത്ത് മേക്കപ്പാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബേസായിട്ട് ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മുഖത്തും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ ഹൈലൈറ്ററാണ് എടുക്കുന്നത്. എൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് അറിയത്തില്ല. ഡാർക്ക് സർക്കിൾസ് ചെറുതായിട്ടുള്ളത് കൊണ്ട് കണ്ണിൻ്റെ അടിയിലും പിന്നെ ചെറുതായിട്ട് മാർക്കുള്ളിടത്ത് ഞാൻ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ അടി എന്ത് ചെയ്താലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഞാൻ ജാഗ്രതയിൽ അവിടെ പണിയെടുക്കുന്നത്. പിന്നെ ചീക്ക് ടിൻ്റാണ് സുഡിയോയിൽ നിന്ന് മേടിച്ച്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്വിസ് ബ്യൂട്ടിയുടെ ഹോട്ട് ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലാക്മിയുടെ കാജൽ വെച്ചിട്ട് സ്മോക്കി ഐസ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ടാൽക്കം പൗഡർ വെച്ചിട്ട് നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് സൈഡിലോട്ട് ഇങ്ങനെ ഓരോ സ്ട്രാൻഡ്സ് എടുത്തിട്ട് ഒറ്റ സ്ട്രാൻഡായിട്ട് വന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് പഫി ആക്കിയിട്ട് നമ്മളൊരു ടിക് ടാക്ക് സ്ലൈഡ് വെച്ചിട്ട് അതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെറിയ സ്ട്രാൻഡ് എടുത്തെടുത്ത് വലുതാക്കിയിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് അഴിച്ചു വിടുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് പഫി പോലെ ആക്കിയിട്ട് നമ്മൾ അതിൽ ടിക് ടാക്കിൻ്റെ ക്ലിപ്പ് കുത്തുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ റെഡി ആയിട്ടുണ്ട്. ഷോർട്ട് ഹെയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒന്നാണിത്. ഇതിൻ്റെ കൂടെ ഞാൻ ഈ വാച്ചാണ് പെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മാല ഇട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ചെറിയ സ്ട്രാൻഡ്സ് വലിച്ചിടുക എന്നുള്ളതൊരു അതാണല്ലോ, അപ്പോൾ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിനി ഷോ ടൈമാണ്. മ്യൂസിക് വിത്ത് മസിൽസ് സൈഡെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റിലത്തെ എന്ന് പറയുന്നത്. സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഇതാണ്. ചാടി വീഴാൻ പറ്റിയില്ല. ഇത് നമ്മൾ സെൻറ്റർ പാർട്ടീഷനിൽ നിന്നാണ് ചെയ്യുന്നത്. ഇതിനെ ഫ്രഞ്ച് ബ്രീഡ് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതുപോലെ നമ്മൾ പിന്നി എടുക്കുക. സൈഡ് ഇങ്ങനെ നമ്മൾ സാധാരണ പിന്നുന്നത് പോലെ സൈഡിൽ നിന്ന് ഓരോ മുടി എടുത്ത് ഇങ്ങനെ പിന്നി എടുക്കുമ്പോൾ ഇങ്ങനെ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഇതെന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ നമ്മൾ ടിക് ടാക്ക് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ അപ്പുറത്തെ സൈഡും സെയിം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് പിന്നി ഇടുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ഷോർട്ട് ഹെയറിൽ ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐലൈനർ വെച്ചിട്ടൊരു ബിന്ദി തൊടുന്നുണ്ട്. ഞാൻ ബിന്ദി യൂസ് ചെയ്യാറില്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് തൊട്ടത്. നല്ല രസമുണ്ട് എന്ന് ഞാൻ തന്നെ പറയുന്നു. പിന്നെ നമ്മൾ സെയിം ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ണെഴുതുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ചീക്ക് ടിൻ്റ് വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം സുഡിയോടെ ചീക്ക് ടിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു അടിപൊളി സാധനം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ണെഴുതുന്നത് ജസ്റ്റ് നോർമൽ കാജൽ വെച്ചിട്ടാണ്. കണ്ണിൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ടും ഞാൻ സുന്ദരിയായിരുന്നു എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഇതാണ് സൈഡിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ വേറെ വാച്ചാണ് സ്റ്റൈൽ ചെയ്തത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത്. തേർഡ് ലുക്കിൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഞാൻ ഭയങ്കര കൂറായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഹാഫ് മുടി നമ്മൾ ബാക്കിലോട്ട് എടുത്തിട്ട് അതിൻ്റെ നീളത്തിനനുസരിച്ച് ഇങ്ങനെ വട്ടത്തിൽ കറക്കി എടുത്തിട്ട് ഒരു ക്ലിപ്പ് ഇടുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് അത്ര മുടിയുള്ളൂ ഗൈസ്, ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. ഇതിൻ്റെ കൂടെ എമണ്ടർ 2 വളയും ഒരു ചക്കപ്പോത്ത് പോലത്തെ മോതിരം ഇട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ലുക്ക് അതായിരുന്നു. അങ്ങനെ ഞാൻ മടുത്ത് എൻ്റെ കെട്ടളി. അപ്പോൾ വിഷുവിന് സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ട് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്ര നേരം പെണ്ണിന് ഉരിയാടപ്പയ്യാൻ കണ്ടിരുന്നത് എല്ലാവർക്കും താങ്ക്സ്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.